PSC ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. LPUP ഇന്റർവ്യൂവിൽ സ്ഥിരമായി ചോദിച്ചു വരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, 1986 ദേശീയ വിദ്യാഭ്യാസ നയം റിവ്യൂ ചെയ്യുന്നതിനു വേണ്ടി 1990 രൂപീകരിച്ച റിവ്യൂ കമ്മിറ്റിയുടെ തലവൻ ആരാണ്? 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചിട്ടുള്ളത്. അതൊന്ന് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി 1990 രൂപീകരിച്ച റിവ്യൂ കമ്മിറ്റിയുടെ തലവൻ ആചാര്യ രാമമൂർത്തിയാണ്. മൂല്യവിദ്യാഭ്യാസത്തിലൂടെ കുട്ടിയുടെ വൈജ്ഞാനികവും വൈകാരികവും മനഃശാസ്ത്രപരവുമായിട്ടുള്ള കഴിവുകളുടെ സമന്വയം ഉറപ്പാക്കാൻ കഴിയണം. ഈ ഐഡിയ എന്താണ് പറയുന്നത്? അതായത് മൂല്യവിദ്യാഭ്യാസം നൽകുന്നതിലൂടെ കുട്ടിയുടെ വൈജ്ഞാനികം, വൈകാരികം, മനഃശാസ്ത്രം 3 കാര്യങ്ങളാണ് പ്രാധാന്യം നൽകുന്നത്. ഇതിനെ പറയുന്ന പേരാണ് 3H എന്നത്. 3H എന്ന് പറയുന്ന ഒന്ന് ഹെഡ്, സെക്കൻഡ് വൺ ഹാർട്ട്, തേർഡ് വൺ ഹാൻഡ്. ഹെഡ് എന്ന് പറയുന്നത് വൈജ്ഞാനികമായിട്ടുള്ള കഴിവാണ് ഹെഡ്. ഹാർട്ട് വൈകാരികം, ഹാൻഡ് മനഃശാസ്ത്രം ആണ്. ഇതിനെ പറയുന്ന പേരാണ് 3Hs. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കൂളുകൾ തമ്മിലുള്ള അകൽച്ച കുറച്ച് സാധാരണ സ്കൂളുകളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള സ്കൂളുകൾ അവരുടെ വിഭവങ്ങൾ മറ്റു സ്കൂളുകൾക്ക് കൂടി നൽകിക്കൊണ്ട് പഠനം കാര്യക്ഷമമാക്കണം എന്നുള്ള നിർദ്ദേശം അറിയപ്പെടുന്നത്. ഇത് മിനിമം ലെവൽ ഓഫ് ലേണിംഗ് MLL എന്നുള്ള ഒരു ഐഡിയ ആണ് ഇവിടെ പറയുന്നത്. അതായത് സ്കൂളുകളിലെ ഒരുപാട് വിഭവങ്ങളുള്ള സ്കൂളുകളിൽ നിന്ന് വിഭവങ്ങൾ, ആവശ്യത്തിനുള്ള സാമഗ്രികളെല്ലാം കുറഞ്ഞ സ്കൂളുകൾക്ക് സഹായങ്ങൾ നൽകുക. അത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെ നൽകുക, തിരിച്ച് നൽകാം. എന്നിരുന്നാലും ആ കുട്ടികൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈ വിഭവങ്ങളുള്ള മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള സ്കൂളുകൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് OBB പദ്ധതി എലിമെന്ററി വിദ്യാഭ്യാസം സാർവത്രികമാക്കാനുള്ള ഒരു സുപ്രധാന പരിപാടിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? 1992 ജനാർദ്ദനൻ റെഡ്ഡി കമ്മിറ്റിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി എലിമെന്ററി വിദ്യാഭ്യാസം സാർവത്രികമാക്കാനുള്ള ഒരു സുപ്രധാന പരിപാടിയെന്ന് അഭിപ്രായപ്പെട്ടത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. 1986 വന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തോടനുബന്ധിച്ച് കൊണ്ടുവന്നതാണ്. എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും മിനിമം ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ OBBയിലൂടെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം. 1993 യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ലേണിംഗ് വിത്തൗട്ട് ബർഡൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. യശ്പാൽ, പാൽ കുടിക്കുക, ലേണിംഗ് വിത്തൗട്ട് ബർഡൻ. ഇയർ ആണെന്ന് ശ്രദ്ധിക്കേണ്ടത് 1993. In school, a lot is taught, but very little is learned or understood. ഇത് ഏത് റിപ്പോർട്ടിലെ വാചകമാണ്? യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് 1993 യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിലെ വാചകമാണ്. ഇൻ സ്കൂൾ എ ലോട്ട് ഈസ് ടോട്ട് ബട്ട് വെരി ലിറ്റിൽ ഈസ് ലേൺഡ് ഓർ അണ്ടർസ്റ്റുഡ് എന്നത്. സ്കൂളുകളിൽ ഒരുപാട് പഠിപ്പിക്കുന്നു, എന്നാൽ കുറച്ചു മാത്രം കുട്ടികൾ പഠിക്കുന്നു, അവർക്ക് മനസ്സിലാകുന്നു. അതിൻ്റെ അളവ് വളരെ കുറച്ചാണ് എന്നാണ് ഈ യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പറയുന്നത്. എലിമെന്ററി വിദ്യാഭ്യാസം മൗലികാവകാശമാക്കുന്നതിനു വേണ്ടി 1997 രൂപീകൃതമായ കമ്മിറ്റിയുടെ തലവനാണ് മുഹിറാം സൈക്കിയ. നെക്സ്റ്റ് വൺ, ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ എന്നാൽ എന്താണ്? ഔപചാരിക വിദ്യാഭ്യാസം തുടങ്ങാനോ തുടർന്നു പോകാനോ കഴിയാതെ കൊഴിഞ്ഞുപോയവർ, തൊഴിലെടുക്കാൻ നിർബന്ധിതരായ കുട്ടികൾ, പെൺകുട്ടികൾ, കുടിയേറിപ്പാർത്തവർ എന്നിവർക്കായിട്ട് ആസൂത്രണം ചെയ്യുന്ന അനൗപചാരിക വിദ്യാഭ്യാസമാണ് ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ എന്നത്. നെക്സ്റ്റ് വൺ, എലിമെന്ററി വിദ്യാഭ്യാസം സാർവത്രികമായതോടെ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലേക്കുള്ള പഠനം വളർച്ച വ്യാപിച്ചു.
ഇത് സാധ്യമാക്കാൻ കൊണ്ടുവന്ന ഒരു സംവിധാനം. അതായത് എലിമെൻ്ററി വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടിയോട് കൂടിയിട്ട് തീർച്ചയായും അതിനെ തുടർന്ന് കുട്ടികൾ പഠിക്കാൻ ആരംഭിച്ചു. വളരെ കുറച്ച് കുട്ടികൾ മാത്രം കൊഴിഞ്ഞു പോവുകയും തുടർന്ന് സെക്കൻഡറി തലത്തിലേക്ക് ഒരുവിധം എല്ലാ കുട്ടികളും പഠനം വ്യാപിപ്പിച്ചു. ഇത് സാധ്യമാക്കാൻ കൊണ്ടുവന്ന സംവിധാനമാണ് വിദൂര വിദ്യാഭ്യാസം എന്നത്. എന്താണ് ഫാക്കൽറ്റി ട്രാൻസ്ഫർ എന്നത്? വ്യവസായ സംരംഭങ്ങളിലെയും യൂണിവേഴ്സിറ്റികളിലെയും സാങ്കേതിക മികവ് നേടിയിട്ടുള്ളവരെ പരസ്പരം കൈമാറി സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സംവിധാനമാണ് ഫാക്കൽറ്റി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതായത് മികച്ച ഫാക്കൽറ്റികളെ യൂണിവേഴ്സിറ്റികളിൽ തന്നെ മാറുക, പരസ്പരം ഈ ഒരു എ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് എയിലെ മികച്ച അധ്യാപകരെ കൊണ്ടുവരികയും ഈ ബിയിലെ മികച്ച ഫാക്കൽറ്റീനെ എയിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെ തന്നെ ഒരു സംഭവമാണ് ഫാക്കൽറ്റി ട്രാൻസ്ഫർ എന്നത്. കമ്മ്യൂണിറ്റി വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിശീലന പരിപാടികളാണ് കമ്മ്യൂണിറ്റി വിദ്യാഭ്യാസം. വളരെ കുറച്ച് എന്നാൽ മികച്ച കുറച്ച് ചോദ്യങ്ങളാണ്. തുടർച്ചയായും റിപ്പീറ്റഡായും ചോദിച്ചുകൊണ്ടിരിക്കുന്നവയാണ്. ഏറെ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ക്ലാസ്സുകളെല്ലാം ഒരു വട്ടമെങ്കിലും കേട്ടിരിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.